ഭീകരവാദ കേസിലെ പ്രതി കാസർഗോഡ് കാഞ്ഞങ്ങാട് നിന്നും പിടിയിലായി. ബംഗ്ലാദേശി പൗരനായ ഷാബ് ഷെയ്ഖാണ് പഠനക്കാട് നിന്നും അറസ്റ്റിലായത്. UP പോലീസ് കാഞ്ഞങ്ങാടെത്തിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. വ്യാജ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടാക്കിയ കേസിലാണ് ഷാബ് ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്തത്. ഈ പാസ്പോർട്ട് ഉപയോഗിച്ചാണ് ഇയാൾ ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് കടന്നത്. അസമിലെ മേൽവിലാസമാണ് ഇയാൾ ഇതിനായി ഉപയോഗിച്ചത്. അസം പോലീസ് പ്രതിക്കെതിരെ UAPA ചുമത്തിയിരുന്നു. പ്രതിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസും നിലവിലുണ്ട്. പഠനക്കാട്ടെ ക്വാർട്ടേഴ്സിൽ കുറച്ചു കാലമായി ഇയാൾ താമസിക്കുന്നുണ്ട്. കെട്ടിട നിർമ്മാണ ജോലിയാണ് ഇയാൾ ചെയ്തിരുന്നത്. സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ താമസിച്ച ശേഷമാണ് ഇയാൾ കാഞ്ഞങ്ങാടെത്തിയതെന്നും പോലീസ് പറഞ്ഞു. പ്രതിയെ കാഞ്ഞങ്ങാട് കോടതിയിൽ ഹാജരാക്കി നടപടികൾ പൂർത്തീകരിച്ച ശേഷം ഇന്ന് വൈകുന്നേരത്തോടെ UPയിലേക്ക് കൊണ്ടുപോകും. അതിനിടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ശിരച്ഛേദം ചെയ്യുമെന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തിയ ബംഗ്ലാദേശി കുടിയേറ്റക്കാരൻ ഷെയ്ഖ് അത്താലിനെയും അറസ്റ്റ് ചെയ്തു. യോഗിക്കെതിരെ അത്താൽ ഭീഷണി മുഴക്കുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് നോയിഡ പോലീസ് ഇയാളെ പിടികൂടിയത്. കത്തികളും പിസ്റ്റളും വെടിയുണ്ടകളും ഇയാളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. ഷെയ്ഖ് അത്താൽ ഏതെങ്കിലും ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. തന്റെ സുരക്ഷയ്ക്കും ആളുകളെ ഭയപ്പെടുത്തുന്നതിനുമാണ് താൻ ആയുധങ്ങൾ സൂക്ഷിച്ചതെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. എല്ലാ പള്ളികളും സർക്കാർ പൊളിക്കുന്നുവെന്ന് ആരോ തന്നോട് പറഞ്ഞിരുന്നുവെന്നും അതിനാലാണ് താൻ ഈ പ്രകോപനപരമായ പരാമർശം നടത്തിയതെന്നും ഷെയ്ഖ് അത്താൽ പറഞ്ഞു. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനും അനധികൃത പള്ളികളും മസാറുകളും പൊളിക്കുന്നതിനും ഉച്ചഭാഷിണികൾക്കും അനധികൃത അറവശാലകൾക്കുമെതിരായ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുന്നിട്ടിറങ്ങിയെന്നതാണ് തന്നെ പ്രകോപിപ്പിച്ചതെന്നും അയാൾ പറഞ്ഞു. ഭീഷ്മി ചൊല്ലി യോഗിയെ വധിക്കുമെന്നായിരുന്നു അത്താലിന്റെ ഭീഷണി. അതേസമയം ബംഗ്ലാദേശി റോഹിംഗ്യ നുഴഞ്ഞുകയറ്റക്കാരെ താമസിപ്പിക്കാൻ ഉത്തർപ്രദേശിലെ റായ്ബറേലി ജില്ലയിൽ നിർമ്മിച്ചത് 52,000-ലധികം വ്യാജ സർട്ടിഫിക്കറ്റുകളാണ്. ഇതുപയോഗിച്ച് നിരവധി ക്രിമിനലുകളും ഇന്ത്യയിൽ സ്ഥിരതാമസം ഉറപ്പിച്ചിട്ടുണ്ട്. ഈ വ്യാജ സർട്ടിഫിക്കറ്റുകളെല്ലാം റദ്ദാക്കുമെന്ന് യോഗി സർക്കാർ പ്രഖ്യാപിച്ചു. വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കണ്ടെത്തിയത് 11 ഗ്രാമങ്ങളിലാണ്. ഏറ്റവും കൂടുതൽ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചത് പാൽഹിപൂരിലാണ്. 13,707 വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് ഇവിടെ നിന്നും കണ്ടെത്തിയത്. 10,181 സർട്ടിഫിക്കറ്റുകളാണ് നൂറുദ്ദീൻപൂരിൽ നിന്ന് നിർമ്മിച്ചത്. പ്രതിപൂരിൽ നിന്നും നിരവധി സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തി. കേസുമായി ബന്ധപ്പെട്ട് റായ്ബറേലിയിലെ സരോളിൽ താമസിക്കുന്ന മുഹമ്മദ് ഷീഷാൻ, റിയാസ്, സുഹൈൽ ഖാൻ, വിജയ് സിംഗ് യാദവ് എന്നിവർ പിടിയിലായിട്ടുണ്ട്. ATSനൊപ്പം NIAയും കേസിന്റെ അന്വേഷണത്തിൽ പങ്കാളികളായിട്ടുണ്ട്. 2024 ജൂലൈയിൽ ചില ഗ്രാമങ്ങളിലെ ജനസംഖ്യകൾ കൂടുതൽ ജനസർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തിയപ്പോഴാണ് ഇക്കാര്യം വെളിപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.